ഹലോ എവരിവൺ, ഷറാസ് ഫുഡ് ഹബിലെ ഒരു പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പിസ്സ പറാത്തയാണ് കേട്ടോ. പേര് പോലെ തന്നെ ഒരു നല്ല വെറൈറ്റി ഐറ്റം കൂടെയാണ് കേട്ടോ നമ്മൾ പിസ്സ പറാത്ത. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനുവേണ്ടി ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയിലും ചെയ്യാം കേട്ടോ അങ്ങനെ. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം, ടീസ്പൂൺ അല്ല. പിന്നെ ആവശ്യമായിട്ടുള്ള ഒരു 1/4 ടീസ്പൂൺ അപ്പക്കാരം, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അത്ര ഒന്നും ആവശ്യം ഉണ്ടാവില്ല, എന്തായാലും ഒരു 3/4 കപ്പ് വെള്ളം ആവശ്യം ഉണ്ടാവുള്ളൂ. എന്നാലും കുറേശ്ശെ ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മുടെ മാവ് ഇവിടെ അത്യാവശ്യം കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇച്ചിരി ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മാവായി കിട്ടണം കേട്ടോ. ഇത്തിരി ഒരു വെള്ളം കുറച്ചൊരു മുന്നിട്ട് നിന്നാലും കുഴപ്പമില്ല, എന്നാലേ പരത്താൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അവസാനമായിട്ട് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതിനൊന്ന് കവർ ചെയ്യണം. അതൊന്നെങ്കിൽ ഒരു റാപ്പർ ഉപയോഗിച്ചിട്ടൊന്ന് കവർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ടൊന്ന് കവർ ചെയ്യുക. അപ്പോൾ ഒരു 20 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ചിക്കൻ ഫില്ലിങ്സ് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു 2 വലിയ പീസ് ചിക്കൻ, എല്ലില്ലാത്ത 2 ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചെറുതായിട്ട് പീസാക്കിയിട്ട് നമുക്കൊന്നൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ വേണ്ടത് ഒരു നുള്ള് ഉപ്പ്, 1 ടീസ്പൂൺ സോയാ സോസ്. ഒരു നുള്ള് ഉപ്പ് ചേർക്കാൻ കാരണം സോയാ സോസ് നമ്മൾ ചേർക്കുന്നതുകൊണ്ടാണ്. സോയാ സോസിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒരു നുള്ള് ഉപ്പ് തന്നെ മതി. പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്താൽ മതി, എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾ ഫില്ലിങ്സ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കപ്പ് എടുക്കുമ്പോൾ ജസ്റ്റ് ഒരു ഫ്ലേവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊന്നും കൂടെ ചീസി ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ 1 കപ്പും കൂടെ എക്സ്ട്രാ എടുക്കുക. അങ്ങനെ മൊത്തം 2 കപ്പ് എടുക്കുക താല്പര്യം ഉണ്ടെങ്കിൽ. ഇപ്പോൾ ഞാൻ 1 കപ്പ് എടുത്തിട്ടുള്ളൂ. അതൊന്ന് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ 3 ടേബിൾ സ്പൂൺ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിയാട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ ഗ്രീൻ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ യെല്ലോ ക്യാപ്സിക്കം കൂടെ ചേർക്കാം. പിന്നെ ഒരു 3-4 ഒലീവ്സ് എടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് നമ്മുടെ ചിക്കനാണ്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതേ ഐറ്റംസ് തന്നെ ചേർത്തിട്ട് നമുക്ക് സാധാ ചിക്കനും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ സോയാ സോസ്, ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഉപ്പും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ട് നമുക്ക് സാധാ പൊരി നമ്മുടെ ബാക്കിയുള്ള ഫുഡിലേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കുക. ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ഫ്രൈ ആയിട്ട് കിട്ടണം കേട്ടോ. നല്ലൊരു ഫ്രൈ ആയിട്ട്
കിട്ടിയാലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മുടെ പിസ്സ പറാത്തക്ക്. ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഈ ഒരു രീതിയിൽ എടുക്കുക. ഇനി നമുക്കിതൊരു നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഫില്ലിങ്സിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ആ ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച നമ്മുടെ മൈദ ഡോ ഒന്ന് തുറന്ന് നോക്കാം. റാപ്പർ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ നിങ്ങളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിലപ്പോൾ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും. അതിൻ്റെ ഒരു ഹാഫ് എടുത്തതിന് ശേഷം നമുക്കൊന്ന് പറാട്ട ഉണ്ടാക്കിയെടുക്കാം. ഒരല്പം പൊടി വിതറി കൊടുക്കുക. എന്നിട്ടൊന്ന് പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു അത്യാവശ്യം വട്ടത്തിലൊന്ന് പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി അതിലേക്കൊരു 1 ടീസ്പൂൺ പിസ്സ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ഫുള്ളായിട്ട് ചെയ്യണ്ട, സെൻറ്ററിൽ മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഒരു 1/2 ടീസ്പൂൺ വരെ ഒറിഗാനോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒന്ന് ചേർക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ആൻഡ് വെജിറ്റബിൾ ഫില്ലിങ്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചതൊന്ന് ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം തിക്നെസ്സിലൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നാലേ കട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഭംഗിയൊക്കെ കിട്ടുള്ളൂ, ആ ടേസ്റ്റും ഉണ്ടാവുള്ളൂ. നമുക്കിതിനെ കിഴി രൂപത്തിലൊന്ന് സീൽ ചെയ്തെടുക്കാം. എല്ലാ സൈഡും ഹോളില്ലാതെ അങ്ങനെ എടുക്കുക. അതിനുശേഷം അത് ഒഴിവാക്കൊന്നും വേണ്ട, ഒന്ന് അവിടെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിനെ ഒന്ന് ഇച്ചിരി കൂടെ പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് പൊട്ടിപ്പോവാതെ ഒന്ന് പരത്തിയെടുക്കണം. പൊട്ടാതെ ശ്രദ്ധിക്കുക പരത്തുമ്പോൾ. ആവശ്യത്തിനുള്ള പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പരത്തുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നല്ല ഒന്ന് പരത്തിയെടുത്താൽ മതി. ഇവിടെ പറാത്ത ഇവിടെ ഏകദേശം ചുട്ടെടുക്കാൻ രൂപത്തിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പാൻ എടുക്കാം നമുക്ക്. അതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്കൊന്ന് പറാത്ത ഇട്ട് കൊടുക്കാം. കുറച്ച് കട്ടിയുള്ളതിനാൽ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ഒരല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. സൈഡിലൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അധികമൊന്നും വേണ്ട. ഒരു മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ രണ്ട് സൈഡൊന്ന് വേവിച്ചെടുക്കുക. രണ്ട് സൈഡും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി കൊടുക്കാം.
നമ്മുടെ പിസ്സ പൊറാത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി പൊറാട്ടയാണ്. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പിസ്സ പൊറാത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്ര ചീസി അല്ല, കാരണം ഞാൻ 1 കപ്പ് ചീസേ ചേർത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ചീസി ആയിട്ട് നിൽക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 കപ്പും കൂടെ എക്സ്ട്രാ ചേർക്കുക. അപ്പോൾ ഇതിങ്ങനെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ പൊറാത്തൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് ചെയ്തെടുക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ്. സാധാരണ നമ്മൾ ആ ടോപ്പിലാണല്ലോ ഉണ്ടാവുക. നമ്മളെ വീട്ടിലായാലും കടകളിലായാലും നമ്മൾ ഉണ്ടാക്കൽ സാധാരണ അങ്ങനെയാണല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമുക്കൊരു പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കൂടാതെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു.